സാമൂഹീകരണം എന്നാൽ എന്ത്? സാമൂഹീകരണത്തിന് 3 ഏജൻസികൾ വിശദീകരിക്കുക. എക്സാമിന് 8 മാർക്കിന് ആവർത്തിച്ച് വരുന്നൊരു ചോദ്യമാണിത്. സാമൂഹീകരണം. സാമൂഹീകരണം എന്നാൽ ജനനം മുതൽ മരണം വരെ സംഭവിക്കുന്നൊരു പ്രധാനമായിട്ടുള്ള ഒരു സാമൂഹിക പ്രക്രിയയാണ്. അതായത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ആർജിച്ചെടുക്കുന്നതിൽ പഠിച്ചെടുക്കുന്നു. മരണം വരെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു. ജനനം മുതൽ മരണം വരെ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു ശിശു വ്യത്യസ്ത ഘട്ടങ്ങളുടെ സാമൂഹിക ജീവിയായി മാറുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം. ഇത് പടിപടിയായുള്ള ഒരു സാമൂഹിക പ്രക്രിയയാണ്. സാമൂഹിക രീതികൾ പഠിക്കുന്നതിലൂടെ മനുഷ്യ ഒരു സാമൂഹിക ജീവിയായി മാറുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലുടനീളം സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയാണ് സാമൂഹികവൽക്കരണം. ഈ പ്രക്രിയ ജനനം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്നുണ്ട്. സാമൂഹീകരണം അഥവാ മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയായി മാറുന്നതിന് സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ കുടുംബം, 2 സമസംഘം, 3 വിദ്യാലയങ്ങൾ, 4 ബഹുജന മാധ്യമം അഥവാ മാസ് മീഡിയ. കുടുംബങ്ങളിൽ നിന്നാണ് ഒരു കുട്ടി ആദ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുന്നത്. തൻ്റെ രക്ഷിതാക്കളെ നോക്കിയാൽ കുടുംബത്തിലുള്ളവരെ നോക്കിയിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്. പിന്നെ തൻ്റെ ചുറ്റുപാടിൽ നിന്നും. സമസംഘം അഥവാ പിയർ ഗ്രൂപ്പ്, സെയിം ഏജുള്ള അല്ലെങ്കിൽ ഒരേ പ്രായക്കാരായ കുട്ടികളിൽ നിന്ന് കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്. വിദ്യാലയങ്ങൾ, സ്കൂളുകളിൽ നിന്ന്, അധ്യാപകനിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു. ബഹുജന മാധ്യമം അഥവാ മാസ് മീഡിയ, ഇന്നത്തെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ വിദ്യാർത്ഥി പഠിച്ചെടുക്കുന്നുണ്ട്. കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബവുമായി കിടക്കുന്ന ചുറ്റുപാടിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ആദ്യം തന്നെ അമ്മയിൽ നിന്നും പിന്നെ അച്ഛനിൽ നിന്നൊക്കെയാണ് കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. സമസംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പ്രായക്കാരുള്ള കുട്ടികളിൽ നിന്ന് അവരുടെ സ്വഭാവം, ജീവിതശൈലി, പെരുമാറ്റങ്ങളൊക്കെ രൂപപ്പെടുന്നതിൽ സഹായിക്കുന്നുണ്ട്. വിദ്യാലയങ്ങളിൽ അധ്യാപകരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സഹപാഠികളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ബഹുജന മാധ്യമം അഥവാ മാസ് മീഡിയ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇൻ്റർനെറ്റുകളിൽ നിന്ന്, പത്രങ്ങളിൽ നിന്ന്, അതുപോലെ ഫോണുകളിൽ നിന്ന്, മറ്റുള്ള ഒരുപാട് മാധ്യമങ്ങളിൽ നിന്നും വിദ്യാർത്ഥി അല്ലെങ്കിൽ കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയായി മാറുന്ന അല്ലെങ്കിൽ സാമൂഹീകരണത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഘടകങ്ങളാണ്. സാമൂഹിക സംഘം എന്നാൽ എന്ത്? വിവിധ സാമൂഹിക സംഘങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക. സാമൂഹിക സംഘം എന്നാൽ സംസ്കാരം, പൊതു താല്പര്യം, മൂല്യങ്ങൾ, മാനദണ്ഡങ്ങൾ ഇവയെല്ലാം കാത്തു സൂക്ഷിക്കുന്ന ഒരു കൂട്ടത്തെയാണ് നമ്മൾ സാമൂഹിക സംഘങ്ങൾ എന്ന് പറയുന്നത്. ഇവയ്ക്ക് ഈ സാമൂഹിക സംഘത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. നിരന്തരമായ പാരസ്പര്യം, ഈ പാരസ്പര്യത്തിന് ഒരു സ്ഥിര മാതൃക, സംഘബോധം, പൊതു താല്പര്യം, പൊതുവായ വഴക്കങ്ങളുടെ മൂല്യങ്ങളും സ്വീകാര്യത, നിശ്ചയമായ ഘടന, ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള 6 ഘടകങ്ങൾ ആണ് ഇതിൻ്റെ സവിശേഷതകൾ. വിവിധ തരത്തിലുള്ള സാമൂഹിക സംഘങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവയിൽ ഒന്നാമത്തത് പ്രാഥമിക, മറ്റൊന്ന് ദ്വിതീയ സാമൂഹിക സംഘങ്ങൾ. അടുപ്പമുള്ളതും മുഖാമുഖവുമായ ബന്ധവും സഹകരണവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ കൂട്ടം ആളുകളെ പ്രാഥമിക സംഘം എന്ന് സൂചിപ്പിക്കുന്നു. പ്രാഥമിക ഗ്രൂപ്പുകളുടെ ഉദാഹരണമാണ് കുടുംബം, ഗ്രാമം, ചങ്ങാതിക്കൂട്ടങ്ങൾ. ദ്വിതീയ ഗ്രൂപ്പുകൾക്ക് ഉദാഹരണമാണ് അല്ലെങ്കിൽ അതിന് താരതമ്യേന വലിപ്പമുണ്ട്. ഔപചാരികവും വ്യക്തിപരവുമായ ബന്ധം നിലനിർത്തുന്നു. ദ്വിതീയ ഗ്രൂപ്പുകൾ വ്യക്തിപരമായ ലക്ഷ്യങ്ങളേക്കാൾ ലക്ഷ്യബോധമുള്ളവയാണ്. സ്കൂളുകൾ, സർക്കാർ ഓഫീസുകൾ, ആശുപത്രികൾ, വിദ്യാർത്ഥികളുടെ അസോസിയേഷൻ തുടങ്ങിയ ദ്വിതീയ ഗ്രൂപ്പുകളുടെ ഉദാഹരണമാണ്. അപ്പോൾ പ്രാഥമിക സംഘവും ദ്വിതീയ സംഘവും എന്താണെന്നുള്ള വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞു. എന്താണ് പ്രാഥമിക സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളുടെ ഒരു കൂട്ടത്തെയാണ്. അത് കുടുംബം, ഗ്രാമം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇതൊക്കെ ആവാം. എന്നാൽ ദ്വിതീയ സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ കൂടിച്ചേർന്നിട്ടുണ്ട്. സ്കൂളുകൾ, ഓഫീസുകൾ, ആശുപത്രികൾ, വിദ്യാർത്ഥികളുടെ അസോസിയേഷനുകൾ ഇവയെല്ലാം കൂടിച്ചേർന്നിട്ടുള്ളതാണ്. മറ്റൊന്നാണ് സമുദായ സമൂഹവും സമാജവും. സമുദായം എന്ന പദം വളരെ വ്യക്തിപരവും അടുപ്പമുള്ളതും നിലനിൽക്കുന്നതുമായ മനുഷ്യബന്ധങ്ങളെ സൂചിപ്പിക്കുന്നു. സമൂഹം അല്ലെങ്കിൽ സമാജം എന്നത് സമുദായത്തിന് വിപരീതമായി എല്ലാം സൂചിപ്പിക്കുന്നു. സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. ആധുനിക നഗരജീവിതത്തിലെ വ്യക്തിതരവും ഉപരിപ്ലവകരവും ക്ഷണികവുമായ ബന്ധങ്ങൾ സമൂഹത്തെ അടയാളപ്പെടുത്തുന്നു. അടുത്തത് സ്വസംഘങ്ങളും അന്യസംഘങ്ങളും. സ്വന്തം എന്ന വികാരം സ്വസംഘത്തെ അടയാളപ്പെടുത്തുന്നു. ഞങ്ങളെ അല്ലെങ്കിൽ ഞങ്ങൾ എന്ന തോന്നൽ സ്വസംഘത്തെ മറ്റ് സംഘങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നു. ഒരു പ്രത്യേക സ്കൂളിലെ കുട്ടികൾ സ്വസംഘത്തിന് ഉദാഹരണമാണ്. അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് എന്നൊക്കെ പറയും. ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ ഉൾപ്പെടാത്ത സംഘമാണ് അന്യസംഘം. ഒരു അന്യസംഘത്തിലെ അംഗങ്ങൾക്ക് സ്വസംഘത്തെ അംഗങ്ങളിൽ നിന്ന് പ്രതികൂല പ്രതികരണങ്ങൾ നേരിടേണ്ടി വരും. അന്യസംഘത്തിന് ഒരു ഉദാഹരണമാണ് കുടിയേറ്റക്കാർ. അപ്പോൾ സ്വസംഘങ്ങളും അന്യസംഘങ്ങളും പറഞ്ഞു കഴിഞ്ഞു. സ്വസംഘങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എപ്പോഴും കൂടിച്ചേർന്നതിൽ ഒന്നിച്ച് നിൽക്കുന്നവർ.
എന്നാൽ അന്യസംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പെട്ടെന്നൊരു സമയത്ത് കാണപ്പെടുന്നവർ അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന ആൾക്കാർ, ഇവരുടെ കൂട്ടത്തെയാണ് നമ്മൾ അന്യസംഘം എന്ന് പറയുന്നത്. ശുചിത സംഘം ജീവിതശൈലി അനുകരിക്കുന്ന ഗ്രൂപ്പുകളെ ശുചിത സംഘങ്ങൾ എന്ന് വിളിക്കുന്നു. സംസ്കാരം, ജീവിതശൈലി, അഭിലാഷം, ലക്ഷ്യങ്ങൾ, നേട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രധാന ഉറവിടമാണ് റഫറൻസ് ഗ്രൂപ്പുകൾ അഥവാ ശുചിത സംഘം. സമസംഘങ്ങൾ അഥവാ സമാന പ്രായത്തിലുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള വ്യക്തികൾക്കിടയിലോ അല്ലെങ്കിൽ ഒരു സാധാരണ പ്രൊഫഷണൽ ഗ്രൂപ്പിലോ പിയർ ഗ്രൂപ്പുകൾ സാധാരണയായി രൂപപ്പെടുന്നു. അവരെ തുല്യ ഗ്രൂപ്പായി വിശേഷിപ്പിക്കാം. സ്കൂളിലെ സഹപാഠികൾ പിയർ ഗ്രൂപ്പിന്റെ ഒരു ഉദാഹരണമാണ്. സമസംഘങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സ്വഭാവം കാണിക്കുന്ന അല്ലെങ്കിൽ ഒന്നിച്ചു കൂടി ചേർന്ന് നടക്കുന്ന അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ്, ഇവയാണ് നമ്മൾ സമസംഘങ്ങൾ എന്ന് പറയുന്നത്. ആഗോള സമൂഹം അനേകം പരിസ്ഥിതി പ്രശ്നങ്ങൾ നേരിടുന്നു. അതിൽ പ്രധാന പ്രശ്നങ്ങൾ ഏതെല്ലാമാണെന്ന് വിശദീകരിക്കുക. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇന്നത്തെ കാലത്ത് ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വിഭവശോഷണം, മലിനീകരണം, ആഗോളതാപനം, ജനിതകമാറ്റം വരുത്തിയ ജീവജാലങ്ങൾ, പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ പാരിസ്ഥിതിക ദുരന്തങ്ങൾ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. ഒന്നാമത്തത് വിഭവശോഷണം. 8 മാർക്കിനാകുമ്പോൾ ഓരോന്നും നമ്മൾ വിശദീകരിക്കേണ്ടതായിട്ട് വരും. പുനരുൽപ്പാദിപ്പിക്കാനാവാത്ത പ്രകൃതി വിഭവങ്ങളുടെ അമിത ഉപയോഗം ഏറ്റവും ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഒന്നാണ്. ഉദാഹരണത്തിന് ജലം, മേൽമണ്ണ്, വൈവിധ്യ, ആവാസ വ്യവസ്ഥ തുടങ്ങിയവയുടെ ശോഷണം. നമുക്കറിയാവുന്ന കാര്യമാണ്, ജലം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മേൽമണ്ണ്, കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് മലിനമായി, അതുകൊണ്ട് കൃഷി ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. ജൈവവൈവിധ്യ, ആവാസ വ്യവസ്ഥയ്ക്കൂടെ ശോഷണം സംഭവിക്കും. ജൈവവൈവിധ്യ മേഖലയൊക്കെ ശോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. 2, മലിനീകരണം പലതരത്തിലുണ്ട്. വായു മലിനീകരണം, ജലമലിനീകരണം, മണ്ണ് മലിനീകരണം, ശബ്ദ മലിനീകരണം, അങ്ങനെ വിവിധ തരത്തിലുള്ള മലിനീകരണങ്ങൾ നമുക്ക് കാണപ്പെടുന്നുണ്ട്. ഗ്രാമങ്ങളിലുണ്ട്, നഗരങ്ങളിലുണ്ട്. ഗ്രാമങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നഗരങ്ങളിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഗ്രാമങ്ങളിലെ മലിനീകരണത്തിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുമ്പോൾ രാസവളങ്ങളും രാസകീടനാശിനികളും അമിതമായിട്ട് ഉപയോഗിക്കുക. ഇതൊക്കെ ജലമലിനമാവാനും മണ്ണ് മലിനമാവാനും കാരണമാവുന്നുണ്ട്. എന്നാൽ നഗരങ്ങളിൽ പ്രധാനമായിട്ടുള്ള മലിനീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശബ്ദ മലിനീകരണമാണ്. കാരണം വാഹനങ്ങളിൽ നിന്ന് വരുന്ന സൗണ്ടുകളാണ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായു മലിനീകരണമാണ്. ഫാക്ടറികളിൽ നിന്ന് പുറത്തുവിടുന്ന പുക പരിസ്ഥിതി മലിനമാവുന്നുണ്ട്. പിന്നെ അതുപോലെ വീടുകളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും ഒഴുക്കി വിടുന്ന ജലം തോടുകളിലേക്കും അല്ലെങ്കിൽ നദികളിലേക്കും എത്തിച്ചേരുന്നത് ജലമലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. അപ്പം ഇതൊക്കെ ജലസ്രോതസ്സുകളെ അല്ലെങ്കിൽ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിനെയും അല്ലെങ്കിൽ മറ്റു ഒരുപാട് ബാധിക്കുന്നതാണ് പറഞ്ഞത്. അടുത്തത് ആഗോളതാപനം. ഭൂമിയിൽ ചൂട് കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. ഹരിതഗ്രഹവാതങ്ങളാണ് ആഗോളതാപനത്തിന് കാരണമാകുന്നത്. അതായത് ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വിറക് കത്തിക്കുമ്പോൾ ഒക്കെ പുറത്തു വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് അല്ലെങ്കിൽ മീഥെയ്ൻ പോലുള്ളവയൊക്കെ അന്തരീക്ഷത്തിലേക്ക് കൂടുതലായിട്ട് വ്യാപിക്കുകയും അതെന്താണ് സൂര്യൻ്റെ ചൂട് ഭൂമിയിലേക്ക് എത്തുമ്പോൾ അത് പുറത്ത് വിടാതെ ഇവിടുത്തെ ചൂട് ടെമ്പറേച്ചർ കൂട്ടാണ്. അപ്പം അത് പരിസ്ഥിതിക്ക് ഒരുപാട് കോട്ടം തട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഈ ആഗോളതാപനം കൂടുന്നത് വഴി നമ്മൾ ഓസോൺ പാളിക്ക് വിള്ളൽ സംഭവിക്കുകയും നമ്മുടെ ഭൂമിയിൽ കാലാവസ്ഥ വ്യതിയാനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ അല്ലെ, ഒരു ജീവിവർഗത്തിൽ ജനീനുകൾ മറ്റൊന്നിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് പുതിയ സവിശേഷതയുള്ള ജീവജാലത്തെ സൃഷ്ടിക്കുന്ന സാങ്കേതിക വിദ്യയെ ജനിതക പരിഷ്കരണം എന്ന് വിളിക്കുന്നു. ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്ന ഒരു പ്രധാനമായിട്ടുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ കൊണ്ടുവരിക. അതായത് വിത്തുകളുടെ ജീനുകളിൽ ഘടനയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നാണ് പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുക. ഇത് കർഷകർക്ക് വിതരണം ചെയ്യും. എന്നാൽ എന്താണ് അടുത്ത പ്രാവശ്യത്തെ വിളവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആ കമ്പനി അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികളെ വീണ്ടും ആശ്രയിക്കേണ്ട അവസ്ഥ വരികയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വിത്ത് ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥ വരികയാണ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ പാരിസ്ഥിതിക ദുരന്തങ്ങൾ. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ ദുരന്തങ്ങൾ നമ്മുടെ പരിസ്ഥിതിയിൽ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ പാരിസ്ഥിതിക ദുരന്തങ്ങളുടെ ഉദാഹരണങ്ങളാണ് സുനാമി, ഭോപ്പാൽ ദുരന്തം മുതലായവ. അപ്പോൾ നമ്മൾ പരിസ്ഥിതിയിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പരിസ്ഥിതി അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു തരികയാണ് ചെയ്യുന്നത്. ഭോപ്പാൽ ദുരന്തത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ മണ്ണിടിഞ്ഞാണ്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്നതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ മനുഷ്യൻ്റെ അമിതമായിട്ടുള്ള ചൂഷണമാണ് പ്രകൃതി ദുരന്തങ്ങൾക്കും അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സാമൂഹ്യ ശ്രേണീകരണം എന്നാൽ എന്ത്? സാമൂഹ്യ ശ്രേണീകരണത്തിലെ ജാതി, വർഗം എന്നിവ താരതമ്യം ചെയ്യുക. എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഭൗതികവും പ്രതീകാത്മകവുമായ വിഭവങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് സമൂഹത്തിൽ വിവിധ സംഘങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഘടനാപരമായ അസമത്വമാണ് സാമൂഹ്യ ശ്രേണീകരണം. വർഗം, ജാതി, വംശം, സമുദായം, ഗോത്രം എന്നിവ ശ്രേണീകരണത്തിന്റെ വിവിധ രൂപങ്ങളാണ്. ശ്രേണീകരണം തലമുറകളുടെ സംക്രമിക്കുന്നു. ഇത് വളരെ മുമ്പുള്ള കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ജാതി, വർഗം അല്ലെങ്കിൽ മതം എന്നുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്തൊക്കെ ഇത് പൊതുവെ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നിലനിൽക്കണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്.
സാമൂഹിക ശ്രേണീകരണത്തിൽ പ്രധാനമായിട്ടും നമുക്ക് കാണപ്പെടുന്നത് അല്ലെങ്കിൽ ചരിത്രപരമായിട്ട് മനുഷ്യ സമൂഹങ്ങളിൽ 4 തരം ശ്രേണീകരണത്തിന്റെ വ്യവസ്ഥകളുണ്ട്. 1 അടിമത്വം, 2 എസ്റ്റേറ്റ്, 3 ജാതി, 4 വർഗം. ഇതാണ് സാമൂഹിക ശ്രേണീകരണത്തിന്റെ പ്രധാനമായിട്ടുള്ള 4 ഘടകങ്ങൾ. ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള ജാതികൾ നിലനിൽക്കുന്നുണ്ട്. ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയൊക്കെ ഉണ്ട്. ജാതി വ്യവസ്ഥയിൽ ഒരു വ്യക്തിയുടെ സ്ഥാനം ജനനത്താൽ നിർണ്ണയിക്കപ്പെടുന്നു. പരമ്പരാഗത ഇന്ത്യയിൽ വിവിധ ജാതികൾ ഒരു ശ്രേണി സമ്പ്രദായം രൂപീകരിച്ചു. ജാതിഘടന ശുദ്ധവും അശുദ്ധവും എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ജാതിഘടനയിൽ ബ്രാഹ്മണർ അഥവാ പുരോഹിതർ മറ്റുള്ള ജാതികളെക്കാളും ശ്രേഷ്ഠമാണ്. പുറംജാതി എന്ന് വിശേഷിക്കപ്പെടുന്ന പഞ്ചമർ മറ്റുള്ള ജാതികളെക്കാളും താഴെവരായിരുന്നു. പരമ്പരാഗത ഇന്ത്യയിലെ സാമൂഹിക ഘടന ചതുർവർണ്ണ സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അതിൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യന്മാർ, ശൂദ്രന്മാർ എന്നിവരായിരുന്നു. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ കാലങ്ങളായി ഗണ്യമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. നഗരവൽക്കരണം വരുത്തിയ മാറ്റങ്ങൾ ഇതിനെ വെല്ലുവിളിച്ചു. ഇത് ജാതി വ്യവസ്ഥയെ പൂർണ്ണമായും മാറ്റിമറിച്ചു. എന്നാൽ ഇന്നത്തെ കാലത്തൊക്കെ നമുക്ക് ജാതി വ്യവസ്ഥ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. സമൂഹത്തിൽ വലിയ ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും ജാതീയത നിലനിൽക്കുന്നുണ്ട്. എന്നാലും പഴയ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇത് പൊതുവെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്നാലും ചില ജാതിപരമായിട്ടുള്ള ഒരുപാട് ആചാരങ്ങൾ ഇന്നത്തെ കാലത്തും നിലനിൽക്കുന്നുണ്ട്. 2 വർഗം, ഒരു നിശ്ചിത സമൂഹത്തിൽ കൂടുതലോ കുറവോ തുല്യ പദവിയുള്ള ആളുകളുടെ ഗണത്തെ വർഗം എന്ന് പറയാം. വർഗം വിശദീകരിക്കാൻ പണ്ഡിതന്മാർ നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉൽപാദന മാർഗങ്ങളുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാർക്സ് വർഗത്തെ നിർവഹിച്ചത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വ്യാവസായിക സമൂഹം 2 വിഭാഗങ്ങളായിരുന്നു, മുതലാളിത്ത വർഗവും തൊഴിലാളി വർഗവും. ജീവിത സാധ്യതകളുള്ള അടിസ്ഥാനത്തിലാണ് വെബർ വർഗത്തെ നിർവചിച്ചിരിക്കുന്നത്. സാമ്പത്തിക ബന്ധങ്ങൾ, അന്തസ്സ്, രാഷ്ട്രീയ ശക്തി എന്നിവയുടെ അടിസ്ഥാനമാക്കിയാണ് അസമത്വം നിലനിൽക്കുന്നത് എന്ന് അദ്ദേഹം വാദിച്ചു. ഒരു സമൂഹവും വർഗരഹിതമല്ലെന്ന് നിർവ്വാണവാദ സിദ്ധാന്തം വിശ്വസിക്കുന്നു. സമൂഹം തരംതിരിക്കപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ അവർ അംഗീകരിക്കുന്നു. പ്രധാനമായിട്ടും 2 തരത്തിൽ വർഗ്ഗങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് ഉയർന്ന വർഗവും മറ്റ് താഴ്ന്ന വർഗവും അല്ലെ. ഉയർന്ന വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളിമാര്, താഴ്ന്നതോ തൊഴിലാളികളും.